നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് അപകടം, ഒരാൾ മരിച്ചു. വള്ളം ഉടമ പൂമുഖത്ത് രാജീവനാണ് മരിച്ചത്. രണ്ടുപേരെ കാണാതായി. കൊല്ലത്ത് യുവാവിനെ കുത്തി കൊലപ്പെടുത്തി. പാൽക്കുളങ്ങര സ്വദേശി രാജുവാണ് കൊല്ലപ്പെട്ടത്. കടവൂരിലാണ് സംഭവം. മദ്യലഹരിയിൽ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായി കുണ്ടറയിലെ സിയാദ് മരിച്ച സംഭവം. കേസ് അന്വേഷിക്കും മുമ്പ് തന്നെ മുഖ്യമന്ത്രി കുറ്റവാളികൾക്ക് ക്ലീൻ ചീറ്റ് നൽകുകയാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാൽ. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണിത്. ഇതിൽ ഗൂഢാലോചന സംശയിക്കുന്നതായും ബാലഗോപാൽ. താമസ സ്ഥലത്തെ തർക്കം. കാസർഗോഡ് സ്വദേശിക്ക് കുത്തേറ്റു. ഉദുമ സ്വദേശി ആഷിഖിനാണ് കുത്തേറ്റത്. അസം സ്വദേശി ദിൽദർ ഹുസൈനെ ഓച്ചിറ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് അപകടം, ഒരാൾ മരിച്ചു. വള്ളമുടമ പൂമുഖത്ത് രാജീവനാണ് മരിച്ചത്. രണ്ടുപേരെ കാണാതായി. മിയാമി എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. 14 ജീവനക്കാരായിരുന്നു വള്ളത്തിൽ ഉണ്ടായിരുന്നത്. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് ഒരാൾ മരിച്ചത്. നീണ്ടകര സ്വദേശി രാജീവനാണ് മരിച്ചത്. രണ്ടുപേരെ കാണാതായി. വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെ മത്സ്യബന്ധനത്തിന് പോയ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. 14 പേരാണ് അപകടത്തിൽപ്പെട്ട മിയാമി എന്ന വള്ളത്തിൽ ഉണ്ടായിരുന്നത്. 11 പേരെ രക്ഷപ്പെടുത്തി. ഇവർക്കും നിസ്സാരമായ പരിക്കുണ്ട്. പരിക്കേറ്റ മുഴുവൻ പേരെയും ആശുപത്രിയിലേക്ക് മാറ്റി. ഗൗതം കൃഷ്ണൻ, രാധാകൃഷ്ണൻ എന്നിവരെയാണ് കാണാതായത്. ഇവർക്ക് വേണ്ടി കോസ്റ്റ് ഗാർഡ് തെരച്ചിൽ നടത്തുകയാണ്. അപകട കാരണം വ്യക്തമല്ല. 3 ദിവസത്തിനുള്ളിൽ കൊല്ലത്തുണ്ടായ രണ്ടാമത്തെ അപകടമാണിത്. കൊല്ലം തങ്കശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം വള്ളം മറിഞ്ഞ് അപകടമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ വെളുപ്പിന് 4:30 മിയാമി എന്ന് പറയുന്ന വെള്ളം പുത്തന്തറ കടലിൽ നിന്ന് കടലിലേക്ക് പോയതാണ്. അപ്പോൾ ഇപ്പോൾ രാവിലെ ഒരു 8 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. വെള്ളം മറിയുകയാണുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം 14 പേരാണ് ഉണ്ടായിരുന്നത് ഈ വെള്ളത്തിൽ. 14 പേരിൽ 11 പേരുടെ റെസ്ക്യൂ ഓൾറെഡി കഴിഞ്ഞു. അതിനകത്ത് ഒരാൾ മരണപ്പെട്ട് 2 പേരുടെ കിട്ടാനുണ്ട്. ഇതാണ് സംഭവം. ഒരു കുടുംബത്തിലെ തന്നെ 3 പേരാണ്. അച്ഛൻ, അദ്ദേഹത്തിൻ്റെ മരുമോൻ, കൊച്ചുമകൻ. ഹാർബറിനോട് ചേർന്നുള്ള കടലിലാണ്, അഴിമുഖത്ത്. ബാക്കിയെല്ലാം രക്ഷപ്പെട്ടു. അതിനകത്ത് പുത്തന്തറ സ്വദേശികളുണ്ട്, കൂടാതെ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ടായിരുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾക്കൊന്നും അവരെല്ലാം സേഫാണ്. മരണപ്പെട്ടിരിക്കുന്നത് പുത്തന്തറ സ്വദേശികളായിട്ടുള്ള പേരാണ്. പൂമുഖത്ത് രാജീവൻ, പിന്നെ മരുമകൻ, ചെറുമകൻ. ഇനി രാജീവനെ കിട്ടി. ഇനിയിപ്പം മറ്റേ 2 പേരെ കൂടെ മന്ത്രി ഷിബു ബേബി ജോൺ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. അദ്ദേഹം ഇതിനകത്ത് കൃത്യമായിട്ട് ഇടപെട്ട കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നേവിയിൽ നിന്ന് ആൾ വരുമെന്നാണ് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഇപ്പം തെരച്ചിൽ സംഘം നടക്കുന്നു. ഇതിപ്പം ഈ ബോട്ട് എടുത്താൽ മാത്രം പോരാ, ഈ വള്ളത്തിലുണ്ടായിരുന്ന വലകളും കൂടെ എടുക്കണം. അല്ലെങ്കിൽ ഇന്ന് ട്രോളിംഗ് ബാൻ തീർന്നിട്ട് ഇന്ന് കടലിലേക്ക് മത്സ്യത്തൊഴിലാളികൾ പോവുക ഫിഷിങ്ങിന്. അപ്പം ബോട്ടിലേക്ക് വല ചുറ്റി ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ആ വല ഫുള്ളെടുത്ത് മാറ്റാനുള്ള ഒരു കാര്യം കൂടെ ചെയ്താൽ മാത്രമേ അത് മത്സ്യത്തൊഴിലാളികൾക്ക് ഉപകാരമാകത്തുള്ളൂ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അംഗപരിമിതനായ യുവാവിനെ കടയിൽ നിന്നും വിളിച്ചിറക്കി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കായംകുളത്താണ് സംഭവം. KPSC ജംഗ്ഷനിലുള്ള കൃഷ്ണ പൂക്കടയിലെ ജീവനക്കാരൻ ചെങ്ങന്നൂർ സ്വദേശി അനീഷിനാണ് വെട്ടേറ്റത്. തലയ്ക്കും കൈക്കും ഗുരുതര പരിക്കേറ്റ അനീഷിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അംഗപരിമിതനായ യുവാവിനെ കടയിൽ നിന്നും വിളിച്ചിറക്കിയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കായംകുളത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. കായംകുളം KPSC ജംഗ്ഷനിലുള്ള കൃഷ്ണ പൂക്കടയിലെ ജീവനക്കാരൻ ചെങ്ങന്നൂർ സ്വദേശി അനീഷിനാണ് വെട്ടേറ്റത്. തലയ്ക്കും കൈക്കും ഗുരുതര പരിക്കേറ്റ അനീഷിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മുമ്പ് പൂക്കടയിൽ ജോലി ചെയ്തിരുന്ന ആറ്റിങ്ങൽ സ്വദേശി അഭിജിത്താണ് അനീഷിനെ വെട്ടിയത്. അഭിജിത്തിന്റെ ഹെഡ്ഫോൺ അനീഷിന് അഭിജിത്ത് നൽകിയിരുന്നു. ഇത് കേടായതിനെ തുടർന്നുള്ള തർക്കമാണ് അഭിജിത്ത് അനീഷിനെ വെട്ടാൻ കാരണമെന്നാണ് പറയുന്നത്. അനീഷിനെ വെട്ടിയ ശേഷം കടന്നുകളഞ്ഞ അഭിജിത്തിനെ ചവറയിൽ നിന്നും കായംകുളം പോലീസ് പിടികൂടി. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ് അഭിജിത്ത് എന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും എതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്ന് പുനലൂർ ബാലൻ ഫൗണ്ടേഷൻ തുറന്ന കത്തിലൂടെ ആവശ്യപ്പെട്ടു.
പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രിമാർ എന്നിവർക്കുമാണ് ഫൗണ്ടേഷൻ തുറന്ന കത്തയച്ചത്. വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിക്കുൾപ്പെടെ പുനലൂർ ബാലൻ ഫൗണ്ടേഷൻ തുറന്ന കത്തയച്ചത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി, ലോക്സഭാ സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, ദേശീയ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, മുഖ്യമന്ത്രിമാർ, കേരള ആഭ്യന്തരമന്ത്രി എന്നിവർക്കായാണ് തുറന്ന കത്ത് അയച്ചിട്ടുള്ളത്. ഇന്ത്യൻ തെരുവുകളിലെ രക്തവും യുവജനങ്ങളുടെ കണ്ണുനീരും നേരിൽ കാണും. ഭരണഘടനാപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഒരു മന്ത്രി മാത്രമല്ല, അങ്ങയുടെ മന്ത്രിസഭയല്ലേ എന്ന് തുടങ്ങുന്നതാണ് തുറന്ന കത്ത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷം ആരോപണ വിധേയമായ ഭരണ നടപടികൾ അക്കമിട്ട് കത്തിൽ നിരത്തുന്നുണ്ട്. സമരം ചെയ്ത യുവാക്കളെ വെടിവെച്ചു കൊല്ലണമെന്നും സമരം ചെയ്ത പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണെന്നും ആക്രോശിച്ച BJP വക്താവിനെതിരെ നടപടിയെടുക്കണം. വിദ്യാർത്ഥി യുവജനങ്ങൾക്കെതിരെ എടുത്ത കേസ് ഉൾപ്പെടെ സമരം ചെയ്തവരോടുള്ള വൈര്യ നിര്യാതനം അവസാനിപ്പിക്കണമെന്നും തുറന്ന കത്തിൽ ആവശ്യപ്പെടുന്നു. ഭരണഘടനയുടെ 19, 21, 51A വകുപ്പുകൾ തുറന്ന കത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ബന്ധപ്പെട്ടവർക്ക് ഈ കത്ത് അയച്ചു നൽകുമെന്ന് ഫൗണ്ടേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, സെക്രട്ടറി V. വിഷ്ണുദേവ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് മാത്രമല്ല, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ, അതുപോലെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള മുഴുവൻ ആളുകൾ, ഇന്ത്യയിലെ മുഴുവൻ മുഖ്യമന്ത്രിമാർ, ചെറുതും വലുതുമായ ജനകീയമായ വിവിധ രൂപങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കണിക്കൊന്നയല്ലേ, വിഷുക്കാലമല്ലേ, പൂക്കാതിരിക്കാൻ എനിക്കാവതല്ലേ എന്ന് അയ്യപ്പ പണിക്കർ പറഞ്ഞതുപോലെ കേരളത്തിലെ പുരോഗമന വിപ്ലവ കവിയായ പുനലൂർ ബാലൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ പുനലൂർ ബാലന്റെ സ്മരണയ്ക്കായുള്ള ഒരു സംഘടനയാണ്. ഇപ്പോൾ രാജ്യത്തെ ഇന്നത്തെ അവസ്ഥയിൽ പ്രതികരിക്കാതിരിക്കാനാവത്തില്ല. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ രാജ്യത്ത് ഉയർന്നു വന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം, ആ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തെ സർക്കാർ നേരിട്ട രീതി, ഇത് പൊടുന്നനെ ഉയർന്നു വന്ന ഒരു പ്രക്ഷോഭമല്ല, മറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ന് വരെ കൈക്കൊണ്ട രാഷ്ട്രീയ സാംസ്കാരികമായിട്ടുള്ള തീരുമാനങ്ങൾ, രാജ്യത്ത് ഉയർത്തിയ വിവാദങ്ങൾ, വിമർശനങ്ങൾ, അതുപോലെ രാജ്യത്തെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും എല്ലാം അവസ്ഥ, രാജ്യത്ത് കൊണ്ടുവന്ന പല നിയമനിർമ്മാണങ്ങൾ, ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളുടെ കൾമിനേഷനും ജനങ്ങളുടെ അനുഭവങ്ങളുടെ കൾമിനേഷനാണ് ഈ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം ഇന്ത്യ ആകെ ശക്തിപ്പെടുന്നതിന് കാരണമായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലത്തെ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. പാൽക്കുളങ്ങര സ്വദേശി രാജുവാണ് കൊല്ലപ്പെട്ടത്. കടവൂരിലാണ് സംഭവം. മദ്യലഹരിയിൽ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ ഒരാളെ പിടികൂടി. കടവൂരിലാണ് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. പാൽക്കുളങ്ങര സ്വദേശി 39-കാരനായ രാജു ആണ് കൊല്ലപ്പെട്ടത്. മദ്യലഹരിയിൽ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാജു എന്ന ആനയുടെ 3ാം പാപ്പാനാണ് കൊല്ലപ്പെട്ട രാജു. മഹേഷ് എന്നയാളെയാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ കേസിലെ 2ാം പ്രതിയാണ്. കേസിലെ 1ാം പ്രതി ശ്യാംകുമാർ ഒളിവിലാണ്. ഇയാളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ പുറപ്പെടാ മേൽശാന്തിയായി പത്തനംതിട്ട കൊടുമൺ സ്വദേശി S. രമേശൻ പോറ്റി തിരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ കൊടുമൺ വൈകുണ്ഠപുരം മഹാദേവ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. നറുക്കെടുപ്പിന് തിരഞ്ഞെടുക്കപ്പെട്ട 5 പേരിൽ നിന്നാണ് രമേശൻ പോറ്റിയെ തിരഞ്ഞെടുത്തത്. ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിലെ പുറപ്പെടാ മേൽശാന്തിയായാണ് കൊടുമൺ ശാന്തിമഠത്തിൽ S. രമേശൻ പോറ്റി തെരഞ്ഞെടുക്കപ്പെട്ടത്. ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്കു ശേഷം നടന്ന നറുക്കെടുപ്പിൽ പത്തിയൂർ ഭഗവതിപ്പടിക്കൽ തറയിൽ K. സുകുമാരൻ നായർ, ജിഷ S. നായർ ദമ്പതികളുടെ മകൾ വൈഷ്ണവി J. നായരാണ് നറുക്കെടുത്തത്. നറുക്കെടുപ്പിന് ക്ഷേത്രതന്ത്രി പ്ലാക്കുടിയില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ദേവസ്വം കമ്മീഷണർ B. സുനിൽകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ ജയറാം പരമേശ്വരൻ, അസിസ്റ്റന്റ് കമ്മീഷണർ R. രേവതി, ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ PR. മീര, ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. എടുക്കണ്ടല്ലോ, എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെ.
ഇങ്ങോട്ടൊന്ന് കാണിക്കണേ സാർ, അത് ഇങ്ങോട്ടൊന്ന്. രണ്ടാം തവണയാണ് രമേശൻ പൂറ്റി ചെട്ടുകുളങ്ങര ദേവി ക്ഷേത്രത്തിലേക്ക് മേൽശാന്തി പദത്തിലേക്ക് അപേക്ഷ നൽകിയത്. 2022 പട്ടികയിൽ വന്നിരുന്നു, എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടില്ല. ഒരു മാസത്തിന് ശേഷം ആറന്മുള മേൽശാന്തിയായി. പിന്നീട് ഇത്തവണയാണ് അപേക്ഷ നൽകിയത്. കൊടുമൺ ശാന്തിമഠത്തിൽ പരേതനായ ശങ്കരൻ പൂറ്റി സുഭദ്ര അന്തർജനത്തിന്റെ മകനാണ് എസ് രമേശൻ പൂറ്റി. നൂറനാട് മായാഭവനത്തിൽ മായാകൃഷ്ണനാണ് ഭാര്യ. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര. ശാസ്താംകോട്ട ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തനോദ്ഘാടനം നടത്തി. നിറവ് എന്ന പേരിലായിരുന്നു പരിപാടി. നാടൻപാട്ട് ശില്പശാല, യൂണിറ്റ് കോർഡിനേറ്റർമാരുടെ സംഗമം എന്നിവയും നടന്നു. പള്ളിശ്ശേരിക്കൽ വിദ്യാധിരാജ LP സ്കൂളിലായിരുന്നു പരിപാടി. ശാസ്താംകോട്ട ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തനോദ്ഘാടനമാണ് നടത്തിയത്. നിറവ് എന്ന പേരിലായിരുന്നു പരിപാടി. നാടൻപാട്ട് ശില്പശാല, കൂട്ടൊരുക്കം എന്ന പേരിൽ യൂണിറ്റ് കോർഡിനേറ്റർമാരുടെ സംഗമം എന്നിവയും നടത്തി. പള്ളിശ്ശേരിക്കൽ വിദ്യാധിരാജ മോഡൽ LP സ്കൂളിൽ ഉല്ലാസ് കോവൂർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. എന്തിനൊരു താളമാണ്? നമ്മുടെ നടത്തത്തിനൊരു താളം, പഠനത്തിനൊരു താളം, നമ്മുടെ പാട്ടിനൊരു താളം, നമ്മുടെ ജീവിതത്തിനൊരു താളം, ഹൃദയത്തിന്റെ ഇടിപ്പിനൊരു നല്ല താളമുണ്ടല്ലേ? ഹൃദയത്തിന്റെ ഇടുപ്പിനൊരു നല്ല താളമില്ലേ? അത് തെറ്റിപ്പോയ എന്ത് ചെയ്യും? സത്ത് പോയിട്ടൊക്കെ അല്ലേ, മരണപ്പെട്ടു പോകും. നമ്മൾ താളം റിത്തമാറ്റിക് ആയിരിക്കണം, താളാത്മകമായ ജീവിതമായിരിക്കണം. റെഡി, 2, വെരി ഗുഡ്, 1, again 1, 1, 1, 1. കോൺസെൻട്രേഷൻ അല്ലേ? ശ്രദ്ധ വളരെ പ്രധാനമാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് പാഠഭാഗങ്ങൾ അശ്രദ്ധയായിട്ട് എന്ത് ചെയ്യും? നമുക്ക് പോർഷൻസ് മിസ്സാവും, പരീക്ഷയിൽ പരാജയപ്പെട്ടു പോകും. അപ്പൊ ശ്രദ്ധാപൂർവം ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നത് കേട്ടിരുന്നാൽ മാത്രമേ നമുക്ക് മിടുക്കരാകാൻ കഴിയുള്ളൂ, മിടുക്കികളാകാൻ കഴിയുള്ളൂ, പഠിക്കാൻ കഴിയുള്ളൂ, വിജയിക്കാൻ കഴിയുള്ളൂ. ജീവിതത്തിൽ ഉന്നത വിജയം നേടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. ആത്യന്തികമായി നല്ല മനുഷ്യരാകുക എന്നുള്ളതാണ്. എല്ലാ വിഭാഗീയതകളും ചേർത്ത് തോൽപ്പിച്ച് നല്ല മനുഷ്യരായി ജീവിക്കാനാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ? പഠനത്തോടൊപ്പം അധിക സമയം കണ്ടെത്തുകയാണ് അല്ലേ? അധിക സമയം കണ്ടെത്തുന്നത് എന്തിനാണ്? നല്ല കരുത്തുള്ളവരായി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അജിത GS അധ്യക്ഷത വഹിച്ചു. അല്ലെങ്കിൽ കലാപരമായി അതിനെ ഉൾക്കൊള്ളുന്ന വ്യക്തികൾക്ക് എത്തിച്ചേരാനും അവരുടെ പ്രവർത്തന വിജയം പങ്കെടുപ്പിക്കാനും പറ്റുന്ന ഒരു വെന്യൂ കണ്ടെത്തുക എന്നത്. ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രഘു സാറ് വളരെ സന്തോഷത്തോടുകൂടി തന്നെ പറഞ്ഞു, ഞങ്ങളുടെ PTA മാനേജ്മെന്റുമായി ആലോചിച്ചതിന് ശേഷം നമ്മുടെ സ്കൂളിൽ വെച്ച് ഇത്തരത്തിലൊരു പരിപാടി നടത്താം എന്ന് പറഞ്ഞു. സ്കൂൾ പ്രഥമാധ്യാപകൻ S രഘുനാഥൻ പിള്ള സ്വാഗതം പറഞ്ഞു. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെന്റ് ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം കലാദേവി, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മെഹറുനിസ ബീഗം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രഞ്ജു കൃഷ്ണകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അമൃതപ്രിയ, സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് സജിത് കുമാർ SJ, കവിതാ ഗ്രന്ഥശാല പ്രസിഡന്റ് R മദനമോഹനൻ, EMS ഗ്രന്ഥശാല പ്രസിഡന്റ് അജയ്കുമാർ VRM നഴ്സറി സ്കൂൾ പ്രിൻസിപ്പൽ ഷാജി H, PTA പ്രസിഡന്റ് ആതിര GA, ലിജികുമാരി VL, രതീഷ് സംഗമം, സന്ധ്യ L, സുജാ D, B ബിനു എന്നിവർ പങ്കെടുത്തു. സുനിൽ വള്ളൂന്നി, സുധി നെട്ടൂർ എന്നിവർ നാടൻപാട്ട് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. കൂട്ടൊരുക്കം എന്ന പേരിൽ സംഘടിപ്പിച്ച യൂണിറ്റ് കോർഡിനേറ്റർമാരുടെ സംഗമം മനുകുമാർ ആലിയാട് നയിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. താമസ സ്ഥലത്തെ തർക്കം. കാസർഗോഡ് സ്വദേശിക്ക് കുത്തേറ്റു. ഉദുമ സ്വദേശി ആഷിഖിനാണ് കുത്തേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് അസം സ്വദേശി ദിൽദർ ഹുസൈനെ ഓച്ചിറ പോലീസ് അറസ്റ്റ് ചെയ്തു. താമസ സ്ഥലത്തുണ്ടായ തർക്കത്തെ തുടർന്ന് കാസർഗോഡ് ഉദുമ സ്വദേശിയായ ആഷിഖിനാണ് കുത്തേറ്റത്. സാരമായി പരിക്കേറ്റ ആഷിഖിനെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ആസാം സ്വദേശി ദിൽദർ ഹുസൈനെ ഓച്ചിറ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. ആഷിഖും ദിൽദറും വവ്വാക്കാവിലെ വാടകമുറിയിൽ ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു. ദിൽദർ വവ്വാക്കാവിലെ ബേക്കറിയിലും
ആഷിഖ് സമീപത്തെ റെസ്റ്റോറന്റിലും ജോലിക്കാരാണ്. റെസ്റ്റോറന്റിലെ ജോലി കഴിഞ്ഞ് രാത്രി ഏറെ വൈകി ആഷിഖ് മുറിയിലെത്തുന്നുവെന്നും ഇതുമൂലം ദിൽദറിന് സുഖമായി ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് ആരോപിച്ച് നടത്തിയ വാഗ്വാദം കയ്യാങ്കളിയിലും തുടർന്ന് കത്തിക്കുത്തിലും കലാശിക്കുകയായിരുന്നു. ദിൽദറിനും പരിക്കേറ്റിട്ടുണ്ട്. ഓച്ചിറ SHO ബി പ്രസാദ്, SI രഞ്ജിത്ത് S, CPOമാരായ രഞ്ജിത്ത്, അനു എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 2 നടക്കും. കൊട്ടാരക്കര ധന്യ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ കൊല്ലം ജില്ലാ സമ്മേളനം ആഗസ്റ്റ് 2 കൊട്ടാരക്കര ധന്യ ഓഡിറ്റോറിയത്തിലെ S. സുരേന്ദ്രൻ നഗറിൽ നടക്കും. കൊല്ലം ജില്ലാ സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കൊല്ലത്ത് അറിയിച്ചു. C. അജയപ്രസാദ് MLA ജനപ്രതിനിധികൾക്ക് ആദരവ് നൽകും. ജ്യോതികുമാർ ചാമക്കാല MLA മുതിർന്ന വ്യാപാരികളെ ആദരിക്കും. സാമൂഹ്യ സാംസ്കാരിക സംഘടനാ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ കാല ഗവൺമെന്റ് അവസാന ഘട്ടത്തിൽ ഒരു 3000 രൂപയാണ് വർധനവ് അനുവദിച്ചത്. ഈ 3000 രൂപയുടെ വർധനവ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും തൃപ്തികരമല്ല. പക്ഷേ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇത് അംഗീകരിച്ചുകൊണ്ട് അവസാനം ഈ സമരങ്ങളൊക്കെ മാറ്റിവെച്ച് അവസാനിപ്പിച്ചത്. ഞാൻ ഇത് സൂചിപ്പിക്കുന്നത്, ഈ ഗവൺമെന്റ് അതിന് മുമ്പ് ഒരു കമ്മീഷനെ വെച്ചിരുന്നു കഴിഞ്ഞ കാലത്ത്. ഈ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തത് ഞങ്ങൾക്ക് 4500 രൂപയുടെ വർധനവ്. ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങൾ ഒരുപാട് വർധനമാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഗവൺമെന്റ് ഇതിനൊരു കമ്മീഷനെ വെച്ച് ആ ഗവൺമെന്റ് ഒരു റിപ്പോർട്ട് കൊടുത്തത് 4500 രൂപയാണ് വർധന. അതിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ 3000 രൂപ അനുവദിച്ചത്. അപ്പോൾ തന്നെ അതിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ കുറവുണ്ടായി. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഈ മേഖലയിൽ ഇപ്പൊ ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന അമിതമായ ഒരു പരിശോധന. എന്തിനാണ് ഇത് ബയോമെട്രിക് സംവിധാനമാണ്. ഏതാണ്ട് ഒരു 95% സുതാര്യമായിട്ടാണ് ഈ മേഖലയിൽ ഇപ്പോൾ നടന്നു പോകുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ഒന്നുകിൽ ഈ മേഖല തകർക്കാൻ, അതല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ പാർട്ടിയിലെ ബന്ധപ്പെട്ട നേതാക്കന്മാരായിട്ടിരുന്ന ഉദ്യോഗസ്ഥരായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ. കാരണം ഓരോ കടകളിലും ഈ മാസം അവസാനം ആറേമാരെയും കൊണ്ട് ഈ സമരം പോവുകയാണ് വെച്ചത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി KB ബിജു, വൈസ് പ്രസിഡന്റ് കളരിക്കൽ ജയപ്രകാശ്, ജില്ലാ പ്രസിഡന്റ് K പ്രമോദ, ജില്ലാ ജനറൽ സെക്രട്ടറി കൊല്ലങ്കാവിൽ ജയശീലൻ എന്നിവർ കൊല്ലത്തെ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തിലകൻ സ്മാരക പുരസ്കാരം പ്രൊഫസർ അലിയാർക്ക്. കൊല്ലന്റെഴികം തെറ്റിക്കുഴി തിനവിള കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം. ആഗസ്റ്റ് 2 കടപ്പാക്കട സ്പോർട്സ് ക്ലബിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കൊല്ലന്റെഴികം തെറ്റിക്കുഴി തിനവിള കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ പ്രഥമ തിലകൻ ഫൗണ്ടേഷൻ പുരസ്കാരമാണ് നടനും നാടകകൃത്തും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ പ്രൊഫസർ അലിയാർക്ക് സമ്മാനിക്കുന്നത്. ഓഗസ്റ്റ് 2 കടപ്പാക്കട സ്പോർട്സ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ വിഷ്ണുമോഹൻ MLA പുരസ്കാരം സമ്മാനിക്കും. ബന്ധപ്പെട്ടവർ കൊല്ലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സിനിമാ നടൻ തിലകൻ അവരുടെ സ്മരണയ്ക്കായി ഈ കുടുംബയോഗം ഒരു തിലകൻ ഫൗണ്ടേഷൻ എന്നൊരു സംഘടനയ്ക്ക് രൂപം നൽകി. നാടകരംഗത്ത് ഏറ്റവും നല്ല പെർഫോമൻസ് കാണിക്കുന്ന ഒരാൾക്ക് ഒരു വർഷം ഒരു അവാർഡ് നൽകാൻ നമ്മൾ തീരുമാനിച്ചു. ഈ വർഷത്തെ അവാർഡ് പ്രൊഫസർ അലിയാർ അവർക്ക് നാടകരംഗത്തും നാടകകൃത്തും സിനിമാ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശ്രീ അലിയാർ അവർ ഈ രംഗത്തെ ഒരു പുരോഗതിയാണ്. ഈ വർഷത്തെ അവാർഡ് അദ്ദേഹത്തിന് സമ്മാനിക്കുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫൗണ്ടേഷൻ പ്രസിഡന്റ് V. ശശിധരൻ, സെക്രട്ടറി ഗിരി പല്ലവി, ഖജാൻജി ഡോക്ടർ ഷീല, രക്ഷാധികാരി നേതാജി രാജേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഷീബ ദിവാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വറുതിയുടെ ദുരിതകാലത്തിന് ശേഷം പ്രതീക്ഷയുടെ യാനങ്ങളുമായി മത്സ്യത്തൊഴിലാളികൾ വീണ്ടും കടലിലേക്ക്. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം വെള്ളിയാഴ്ച അർദ്ധരാത്രിയിൽ അവസാനിക്കും. ചാകരക്കോള് തേടിയുള്ള യാത്രയിലേക്കാണ് ഇനി മത്സ്യത്തൊഴിലാളികൾ പോകുക. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം വെള്ളിയാഴ്ച അർദ്ധരാത്രി അവസാനിക്കും. വാനോളം പ്രതീക്ഷയിൽ ജില്ലയിലെ 1000-ഓളം യാനങ്ങൾ ചാകരക്കോള് കൊയ്യാൻ കടലിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. കരിക്കാടി, കഴന്തൻ ചെമ്മീൻ, ഓണക്കണവ, ഒട്ടുകണവ, പേക്കണവ, കിളിമീൻ, ഉലുവ, കണ്ണനൈല തുടങ്ങിയവ കാര്യമായി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ട്രോളിംഗ് നിരോധന കാലയളവിൽ
പരമ്പരാഗത യാനങ്ങൾക്ക് മികച്ച രീതിയിൽ മീൻ ലഭിച്ചിരുന്നു. അതുകൊണ്ട് ചാകര കിട്ടുമെന്നും തൊഴിലാളികൾ കരുതുന്നു. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ബോട്ടുകൾ നീണ്ടകര പാലത്തിന് സമീപത്തേക്ക് എത്തിക്കും. പാലത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ചങ്ങല അഴിച്ചുമാറ്റി രാത്രി 12-ന് ശേഷം ബോട്ടുകൾ കടലിലേക്ക് പുറപ്പെടും. മത്സ്യത്തൊഴിലാളികളിൽ പകുതിയിലധികം ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. കടലിൽ പോകുന്നവരും ഹാർബറുകളിൽ അനുബന്ധ ജോലി ചെയ്യുന്നവരും ഐസ് ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. ട്രോളിംഗ് നിരോധനം ആരംഭിച്ചപ്പോൾ ഇവർ നാട്ടിലേക്ക് പോയിരുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 80% പേരും തിരികെ എത്തി. മറ്റുള്ളവർ വെള്ളി, ശനി ദിവസങ്ങളിലായി മടങ്ങിയെത്തുമെന്നും കരുതുന്നു. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതിന് പിന്നാലെ ഹാർബറുകളും പരിസരവും കേന്ദ്രീകരിച്ചുള്ള വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തനം ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പന്മന ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ ഭാവി വികസനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് വികസന സദസ്സ് നടത്തിയത്. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. പന്മന ഗ്രാമപഞ്ചായത്തിലെ ഭാവി വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചത്. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ആ ഒരു പദ്ധതിയിൽ എല്ലാവരും കൂടെ പങ്കാളിയായി നമ്മുടെ പന്മന പഞ്ചായത്തിൽ തന്നെ സ്ഥലം വേണമെന്നില്ല. അപ്പുറത്താണെങ്കിൽ ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി വെക്കുകയും അതിൽ ഓരോ പഞ്ചായത്തിന് അതിന്റെ വിഹിതം എങ്ങനെ എടുക്കാം, അവിടെ MLA ഫണ്ടുകൾ അടക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ആവശ്യങ്ങൾ പരിമിതമായ സ്ഥലത്തിന്റെ പ്രശ്നം തീരും. പക്ഷെ പലപ്പോഴും പഞ്ചായത്തിന് സ്വന്തമായിട്ട് അവർക്ക് ചെയ്യണമെന്നുള്ള ഒരു താല്പര്യവും വ്യക്തതയും അല്ല, സന്തോഷിന്റെ അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ അടുത്ത പറഞ്ഞ ഭിന്നശേഷിക്കാരൻ എന്റെ ഒരു വലിയ സ്വപ്നമാണ്. ഞാൻ വളാഞ്ചേരിയിൽ ഒരു സ്വകാര്യ വ്യക്തി നടത്തുന്ന ഒരു സ്ഥാപനം ഞാൻ സന്ദർശിച്ചു. ഈ ബഡ് സ്കൂൾ എന്നുള്ളത് നമ്മളിവിടെ പരിമിതമായ യൂസുഫ് വക്കീലിന്റെ കാലഘട്ടത്തിലാണ് ആദ്യം ബഡ് സ്കൂൾ ആരംഭിക്കുന്നത്. നമുക്ക് അതിൽ നിന്നൊക്കെ മാറി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഞാൻ ഇന്നലെ എന്നെ കാണാൻ വന്ന ഒരു വ്യവസായിയുടെ അടുത്ത് ഞാൻ എന്റെ സ്വപ്നം പങ്കുവച്ചു. ഞാനത് ബ്ലോക്ക് പഞ്ചായത്ത് ഈ ചർച്ചകളെ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരിയായിട്ട് ഇരുന്നിട്ട് നമുക്ക് ഒരു സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഒക്കുന്ന വിഹിതം നിങ്ങൾ വെച്ചു, പക്ഷേ അത് കേരളത്തിന് ഒരു മോഡലായിരിക്കണം. ഈ കുഞ്ഞുങ്ങളുടെ ഭാവി സംരക്ഷിക്കുന്നതിനൊരു മോഡലാക്കി നമുക്ക് അതിനെ മാറ്റാം. പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു. അംഗനവാടികളെല്ലാം നിലവിലുള്ള ഫിറ്റ്നസ് ഉള്ള മുഴുവൻ അംഗനവാടികളും സ്മാർട്ട് ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പന്മന പഞ്ചായത്തിലാകെയുള്ള 51 അംഗനവാടികളിൽ സ്ഥലമുള്ള ഫിറ്റ്നസ് ഉള്ള മുഴുവൻ അംഗനവാടികളും ഇനി മുതൽ സ്മാർട്ട് അംഗനവാടികളായി അറിയപ്പെടും. അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണമായും അംഗനവാടികൾ സ്മാർട്ടാക്കിയ പഞ്ചായത്തായി നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന നിലയിലേക്ക് അത് മാറും എന്നതിൽ തർക്കമില്ല. അപ്പം ആ അംഗനവാടികൾക്ക് സ്ഥലമുണ്ടെങ്കിലും ഭൂമിയില്ലാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പം അംഗനവാടികൾക്ക് ഈ സ്ഥലം വാങ്ങുന്നതിനുള്ള അല്ലെങ്കിൽ അവിടെ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം അതെല്ലാം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ പൊതുവായ വിഷയങ്ങളിൽ പെടുന്നതാണ്. അതുപോലെയാണ് നമ്മുടെ ചിറ്റൂർ ഭൂമിയും അതുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. കാരണം നമ്മളെക്കാൾ കൂടുതൽ ആ കാര്യങ്ങൾ അറിയാവുന്ന സാറിനാണ്. കളരി മെമ്പറും അതേ ആവശ്യവുമായി ബന്ധപ്പെട്ട് പരാതി സമർപ്പിച്ചിട്ടുണ്ട്, കളരി കാര്യവും സൂചിപ്പിച്ചിട്ടുണ്ട്. ആ 2 വിഷയങ്ങളും നമ്മുടെ നാടിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. KMML പ്രതിനിധികൾ എത്താത്തത് കൊണ്ട് തന്നെ KMML എത്തേണ്ടതായിരുന്നു. അവർ സാന്നിധ്യത്തിൽ പറയാൻ ആഗ്രഹിച്ചതാണ്. അതായത് KMML കൃത്യമായി കെട്ടിട നികുതി തരാത്ത ഒരു പൊതുമേഖലാ സ്ഥാപനമായി പ്രവർത്തിക്കണം. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുകന്യ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൻവർ കാട്ടിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊച്ചറ്റയിൽ സലീം, പന്മന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യൂസുഫ് കുഞ്ഞ്, മോഹൻകുമാർ, താജ് പോരൂക്കര, ജെ അനിൽ, രഞ്ജു, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായി കുണ്ടറയിലെ സിയാദ് മരിച്ച കേസ് അന്വേഷിക്കും മുമ്പ് തന്നെ മുഖ്യമന്ത്രി കുറ്റവാളികൾക്ക് ക്ലീൻ ചിറ്റ് നൽകുകയാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാൽ MLA. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണിത്. ഇതിൽ ഗൂഢാലോചന സംശയിക്കുന്നു. കേസ് മറ്റ് ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടേണ്ട സാഹചര്യമാണിതെന്നും ബാലഗോപാൽ പറഞ്ഞു. പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായി കുണ്ടറയിലെ സിയാദ് മരിച്ച കേസ് അന്വേഷിക്കും മുമ്പ് തന്നെ മുഖ്യമന്ത്രി കുറ്റവാളികൾക്ക് ക്ലീൻ ചിറ്റ് നൽകുകയാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാൽ പറഞ്ഞു. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണിത്. ഇതിൽ ഗൂഢാലോചന സംശയിക്കുന്നു. കേസ് മറ്റ് ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടേണ്ട സാഹചര്യമാണെന്നും ബാലഗോപാൽ പറഞ്ഞു. ബുധനാഴ്ച മന്ത്രിസഭാ സമ്മേളനത്തിനു ശേഷം
മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സിയാദ് മരിച്ചത് മഞ്ഞപ്പിത്തം ബാധിച്ചാണെന്നാണ് പറഞ്ഞത്. മരണത്തെക്കുറിച്ച് ആദ്യം തന്നെ നിഗമനത്തിലെത്തിയാൽ പിന്നെ അന്വേഷണത്തിന് എന്താണ് പ്രസക്തിയെന്നും അദ്ദേഹം ചോദിച്ചു. കുണ്ട്രയിലെ ഒരു ദാരുണമായ പോലീസ് മർദ്ദനത്തിന്റെ ഭാഗമായി ദാരുണമായ മരണമടഞ്ഞ സിയാദിന്റെ ഒരു വിഷയം ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അത് പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോയി, എന്തായാലും നിയമവിരുദ്ധമായിട്ടാണ് പിടിച്ചുകൊണ്ട് പോയതും അടിച്ചു എന്നുള്ളത് എല്ലാവരും സമ്മതിച്ചതാണ്. അയാളുടെ വാരിയല്ലോ പൊട്ടിയെന്നുള്ള കാര്യമാണ് നമുക്ക് കിട്ടിയ വിവരം. അതിനുശേഷം ആശുപത്രി കുറച്ച് ദിവസം അനങ്ങാൻ വയ്യാതെ കടന്നു. ആശുപത്രി പോയിട്ട് മെഡിക്കൽ കോളേജിൽ മരണമടഞ്ഞ ഒരു സംഭവം ഉണ്ടായി. സിയാദിന്റെ വീട്ടുകാർ, രക്ഷകർത്താക്കൾ, അച്ഛനും അമ്മയും, അതുപോലെ ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ, മകള്, അതിന്റെ വീഡിയോ സന്ദേശമൊക്കെ വരുന്നുണ്ട്. ആ സംഭവം സംബന്ധിച്ച് ഗൗരവമായി അന്വേഷിക്കുമെന്ന് പോലീസ് പറഞ്ഞതാണ്. ഞങ്ങൾ ഇക്കാര്യത്തെ സംബന്ധിച്ച് ഗൗരവമായി അന്വേഷിക്കണമെന്നും ആ കുടുംബത്തിന്റെ നഷ്ടം നികത്താൻ വേണ്ടിയുള്ള നടപടി എടുക്കണമെന്നും കുറ്റവാളികളെ ഇരുമ്പഴിക്ക് പിന്നിലാക്കണം, അല്ലെങ്കിൽ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങളാകെ പ്രശ്നം ഉയർത്തി ഞങ്ങൾ ഉന്നയിച്ചു. കുണ്ട്രയിലെ സിയാദിന്റെ മരണം, അതിനകത്ത് പോലീസിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലെന്നും ഇടയ്ക്ക് ആരാണ്ട് അയാളെ മർദ്ദിച്ചിരുന്നെന്നും ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അപ്പോൾ പോലീസ് അത് അന്വേഷിക്കണമെന്നും കുറ്റവാളികളെ കണ്ടെത്തണമെന്നും ലോക്കപ്പ് മർദ്ദനം ഉൾപ്പെടെയുള്ള പോലീസിന്റെ കയ്യിൽ വെച്ചിട്ട് നടന്നിട്ടുള്ള മർദ്ദനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അന്വേഷിക്കാമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞതാണ്. കേരളത്തിന്റെ ഭരണത്തലവൻ, ഭരണത്തിന്റെ എല്ലാ മുകളിലുള്ള പോലീസിനെയും മറ്റെല്ലാ മേഖലയും നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി പക്ഷേ ഇന്ന് പത്രസമ്മേളനത്തിൽ പറയുന്നത് ഇതിനകത്തങ്ങനെ മർദ്ദനം നടന്നിട്ടില്ല, ഒരു കുഴപ്പമില്ല, ഇത് അയാൾക്ക് മഞ്ഞപ്പിത്തമോ ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ ആയിട്ടാണ് മരിച്ചതെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അതിനുശേഷം അന്വേഷണം നടത്തുമെന്ന് പറയുന്നു. അന്വേഷണം നടത്തുന്ന ഒരു വിഷയത്തിനകത്ത് മുഖ്യമന്ത്രി കയറി എങ്ങനെയാണ് ആ മരണം ഉണ്ടായത് എന്ന് ആദ്യമേ തന്നെ ഒരു കൺക്ലൂഷൻ എത്തിക്കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണത്തിന് എന്ത് പ്രസക്തിയാ? ഇങ്ങനൊരു മുഖ്യമന്ത്രിയുടെ കീഴിലും ഇങ്ങനൊരു സർക്കാരിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ കേസിനകത്ത് വസ്തുത വരുമോ? ഒരു അന്വേഷണം എന്ന് പറഞ്ഞാൽ വസ്തുതകൾ കൃത്യമായി വിശകലനം ചെയ്ത് കുറ്റവാളികളെ കണ്ടെത്താനും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടാനുമാണ്. ഇവിടെ അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയാണ് ഇയാൾ മരണപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ അന്വേഷണം എന്താ പ്രസക്തി? ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് അപകടം, ഒരാൾ മരിച്ചു. വള്ളം ഉടമ പൂമുഖത്ത് രാജീവനാണ് മരിച്ചത്. രണ്ടുപേരെ കാണാതായി. കൊല്ലത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. പാൽക്കുളങ്ങര സ്വദേശി രാജുവാണ് കൊല്ലപ്പെട്ടത്. കടവൂരിലാണ് സംഭവം. മദ്യലഹരിയിൽ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായി കുണ്ടറയിലെ സിയാദ് മരിച്ച സംഭവം. കേസ് അന്വേഷിക്കും മുമ്പ് തന്നെ മുഖ്യമന്ത്രി കുറ്റവാളികൾക്ക് ക്ലീൻ ചീറ്റ് നൽകുകയാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാൽ. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണിത്. ഇതിൽ ഗൂഢാലോചന സംശയിക്കുന്നതായും ബാലഗോപാൽ. താമസ സ്ഥലത്തെ തർക്കം. കാസർഗോഡ് സ്വദേശിക്ക് കുത്തേറ്റു. പുതുമ സ്വദേശി ആഷിഖിനാണ് കുത്തേറ്റത്. അസം സ്വദേശി ദിൽദർ ഹുസൈനെ ഓച്ചിറ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.